20 പറയുന്നു, യേശു അധികാരം കൊടുത്ത് ശിഷ്യന്മാരെ അയച്ചു. ശിഷ്യന്മാർ ഇറങ്ങി പുറപ്പെട്ട് അവരോട് പറഞ്ഞ വചനം പ്രസംഗിച്ചപ്പോൾ ദൈവം അവരോട് കൂടെ ഇരുന്ന് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും അവർ പറഞ്ഞ വചനത്തെ ഉറപ്പിച്ചു പോന്നു. അവർ പറയുന്ന സുവിശേഷത്തിന് ശക്തിയുണ്ട്. കാരണം നീ പറയുന്ന സുവിശേഷത്തിൽ ദൈവം നിന്നോട് കൂടെ ഇരുന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളാലും നീ പറഞ്ഞ സുവിശേഷത്തെ അവൻ ഉറപ്പിക്കുന്ന ദൈവമാണ്. അതേ ശിഷ്യന്മാരോട് യേശു കർത്താവ് പറഞ്ഞു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ട്. ആ സുവിശേഷത്തിന് ശക്തിയുണ്ട്. അവസാനത്തേത് പ്രത്യാശയുടെ ശക്തിയാണ്. 1 പരിശുദ്ധാത്മാവിന്റെ ശക്തി, 2 ദൈവവചനത്തിന്റെ ശക്തി, 3 ആർക്ക് പറയാൻ കഴിയും, 3 പ്രാർത്ഥനയുടെ ശക്തി, 4 ഐക്യതയുടെ ശക്തി, 5 കൂട്ടായ്മയുടെ ശക്തി, 6 സുവിശേഷ വേലയുടെ ശക്തി, 7 പ്രത്യാശയുടെ ശക്തി. പ്രത്യാശയുള്ളവന് ജയിക്കാൻ കഴിയും. പാട്ടുകാരൻ ഇങ്ങനെയാ പാടുന്നത്, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, നിത്യ തേജസ്സിൻ കനമോർത്തിടുമ്പോൾ നൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യ തേജസ്സിനെ കുറിച്ചുള്ള പ്രത്യാശയുള്ളവന് ഈ കഷ്ടങ്ങളെ ജയിക്കാൻ കഴിയും, പ്രതികൂലത്തെ ജയിക്കാൻ കഴിയും, പ്രശ്നങ്ങളെ ജയിക്കാൻ കഴിയും, രോഗങ്ങളെ ജയിക്കാൻ കഴിയും. പ്രത്യാശയ്ക്ക് ശക്തിയുണ്ട്. എത്ര പേർ പറയുന്നുണ്ട്? ഇബ്രാഹിം ലേഖനം 10:23 പൗലോസ് പറയുന്നു, ഏറ്റുപറയുന്ന പ്രത്യാശയെ നാം മുറുകെ പിടിച്ചുകൊള്ളുക. ഏറ്റുപറയുന്ന പ്രത്യാശയെ, അത് നമ്മുടെ അധരങ്ങളിലൂടെ നാം ഏറ്റുപറയുന്ന പ്രത്യാശയെ നമ്മൾ മുറുകെ പിടിക്കണം. ഞാൻ ഇവിടുത്തുകാരനല്ല, എനിക്കായി ഒരു നഗരം പണിയുന്നു, എനിക്കായി ഒരു വീട് പണിയുന്നു. ആ പണിയുന്ന വീട്ടിലേക്ക് അവൻ എന്നെ കൊണ്ടുപോകും. ഇവിടെ ഞാൻ എത്ര കഷ്ടപ്പെട്ടാലും, ഇവിടെ ഞാൻ ഒന്നുമില്ലാത്തവനാണെങ്കിലും എനിക്ക് വേണ്ടി തമ്പുരാൻ ഒരുക്കുന്ന ഒരു നഗരമുണ്ട്. എത്ര പേർക്ക് ആ പ്രത്യാശയുണ്ട്? പ്രത്യാശയുള്ള ദൈവമക്കൾക്ക് ഈ കാലഘട്ടത്തിൽ യുദ്ധം ജയിക്കാൻ കഴിയും. ഒരു ദൈവ പൈതൽ വെളിപ്പെടേണ്ട 7 ശക്തികളെ കുറിച്ചാണ് ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ദൈവമക്കളെ, നമ്മളെ ഒന്ന് ശോധന ചെയ്യാം. ഈ ശക്തി നമ്മളിൽ വെളിപ്പെടുന്നുണ്ടോ? പൗലോസ് പ്രാർത്ഥിക്കുന്നു, നിങ്ങളിൽ വ്യാപരിക്കുന്ന അത്യന്ത ശക്തിയുടെ അളവറ്റ വലിപ്പം നിങ്ങൾ തിരിച്ചറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ഈ തിരിച്ചറിവ് നമുക്കുണ്ടോ? പരിശുദ്ധാത്മാവിന് ശക്തിയുണ്ട്, വചനത്തിന് ശക്തിയുണ്ട്, പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്, ഐക്യതയ്ക്ക് ശക്തിയുണ്ട്, കൂട്ടായ്മയ്ക്ക് ശക്തിയുണ്ട്, സുവിശേഷ വേലയ്ക്ക് ശക്തിയുണ്ട്, പ്രത്യാശയ്ക്ക് ശക്തിയുണ്ട്. ഇന്ന് രാത്രി എത്ര പേര് ഈ വചനത്തിന് മുൻപിൽ സമർപ്പിക്കും? കാത്തിരിക്കാമോ പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് വേണ്ടി? കാത്തിരിക്കാമോ തിരുവചനത്തിന് വേണ്ടി? പൂർണ്ണ ഹൃദയത്തോടെ കടികൾ പ്രാപിച്ച് തമ്പുരാന്റെ പാദപീഠത്തിൽ പ്രാർത്ഥിക്കുവാൻ താല്പര്യമുള്ള എത്ര പേരുണ്ട്? ഒരു മനപ്പെട്ട് പകയും പിണക്കവും എല്ലാം മാറ്റിവെച്ച് അടുത്തിരിക്കുന്നവനെ വലിയവനായി കണ്ട് ഐക്യതയുടെ ശക്തി വെളിപ്പെടുത്താൻ എത്ര പേരുണ്ട്? കൂട്ടായ്മയെ അലക്ഷ്യമാക്കാതെ ലഭിക്കുന്ന അവസരങ്ങൾ പ്രാർത്ഥിക്കുന്ന കൂട്ടങ്ങളിൽ കടന്നു വന്ന് ഒരു മനസ്സോടെ കരം കോർത്ത് പ്രാർത്ഥിക്കുവാൻ ആ കൂട്ടായ്മയുടെ ശക്തി വെളിപ്പെടുത്തുവാൻ എത്ര പേരുണ്ട്? സുവിശേഷ വേല തമ്പുരാൻ ഏൽപ്പിച്ചിരിക്കുന്ന വേല, അത് വെളിപ്പെടുത്തുമ്പോൾ വെളിപ്പെടുന്ന ശക്തി അത് തിരിച്ചറിഞ്ഞ് വെളിപ്പെടുത്താൻ എത്ര പേരുണ്ട്? ഏത് പ്രശ്നം വന്നാലും ഏത് കഷ്ടം വന്നാലും പിന്തിരിയത്തില്ല, ഒരു പ്രത്യാശയുടെ ജീവിതം എനിക്കുണ്ട് എന്ന് പറയുന്ന എത്ര പേരുണ്ട്? കണ്ണുകൾ അടയ്ക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. പരിശുദ്ധ പിതാവേ, തിരുമേനിയുടെ പാദപീഠത്തിൽ ഞങ്ങൾ ഒരുമിച്ചായിരിക്കാൻ കർത്താവ് അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഒരു പ്രയോജനം കർത്താവേ, ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിന് വേണ്ടി, ഉദ്ധാരണത്തിന് വേണ്ടി കർത്താവ് ഈ സിറ്റിയിൽ ഒരുക്കിയതിനായി ഞങ്ങൾ ദൈവത്തോട് നന്ദി പറയുന്നു. ആത്മാവിന്റെ ശക്തിക്കായി ഞങ്ങൾ കൊതിക്കുന്നു. കർത്താവ് കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറയുന്നു, അതെ, ആത്മീയ വിഷയങ്ങൾ സംബന്ധിച്ച് അവൻ ദൈവത്തോട് സംസാരിക്കുന്നു. ആത്മാവിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീയ വർധന വരുത്തുന്നു. ദൈവശക്തിയായി ഞങ്ങളത് വെളിപ്പെടുത്തണം കർത്താവേ. അധികമായി ആത്മാവിന്റെ നിറവ് ഞങ്ങളുടെ മേൽ പകരണമേ. വചനത്തിന്റെ ശക്തി വെളിപ്പെടുത്തുവാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവിന്റെ കാര്യങ്ങളിൽ ഐക്യതയോടെ കൂട്ടായ്മ യാചരിച്ച് കർത്താവെ അങ്ങയുടെ വേല ചെയ്യുവാൻ പ്രത്യാശയോടെ മുൻപോട്ട് പോകുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. ഈ പ്രകടനെ അനുഗ്രഹിച്ച് ദൈവങ്ങൾ ഏൽപ്പിക്കുന്നു.
കേൾവിക്കാരെ എല്ലാം അനുഗ്രഹിക്കുന്നു. കർത്താവിന്റെ കൃപ അവിടെ മേൽ പകരണമേ. അവരുടെ ചെറുതമായ വിഷയങ്ങളുടെ മേൽ കർത്താവെ ജയമെടുക്കുവാൻ കർത്താവ് അവരെ ശക്തി കൊണ്ട് നിറയ്ക്കണമേ കർത്താവ്. തുടർന്ന് പ്രാർത്ഥിക്കുമ്പോൾ കഴികൾ പ്രാപിച്ച് ആത്മനിറവിൽ പ്രാർത്ഥിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. ഇതിന്റെ പിൻപിൽ പ്രവർത്തിക്കുന്ന സജപ്രദന കുടുംബമായി അനുഗ്രഹിച്ച വിവരങ്ങൾ ഏൽപ്പിക്കുന്നു. ലീഡിയ എന്ന കർത്താവ് ദാസനെ കുടുംബമായി അനുഗ്രഹിക്കുന്നു. ഇതിൽ ഭാഗവെക്കാവുന്ന എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിക്കുന്നു. നന്മയും കരുണയും നിങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ നിങ്ങളെ പിന്തുടരട്ടെ. ദീർഘകാലം ദൈവത്തിന്റെ ആലയത്തിന് നന്മ അനുഭവിപ്പാൻ ദീർഘായുസോട് കർത്താവ് നിങ്ങളെ തൃപ്തിവരുത്തട്ടെ. എല്ലാ കൃപകളും കരുണകളും നിങ്ങളുടെ മേൽ ചൊരിയപ്പെടട്ടെ. കുടുംബമായ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് നിങ്ങളെ കാക്കട്ടെ. ദേശത്തിന്റെ നടുവിൽ ജയകരമായ ക്രിസ്തുവിൽ ധരിപ്പാൻ ദൈവശക്തിയോടെ ദൈവം നിങ്ങളെ അലങ്കരിക്കട്ടെ. അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. മുഴുവൻ മഹത്വവും യേശു കർത്താവിന് മാത്രം അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.